ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവേ. ഫോർഡ് ഇന്ത്യയിലേക്ക് വരുന്ന കാര്യവും നമ്മുടെ ഏറ്റവും പുതിയ എൻഡേവർ ഇന്ത്യയിൽ വരാൻ പോകുന്ന കാര്യവും എല്ലാവരും അറിഞ്ഞു കാണും. പക്ഷേ ഫോർഡിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു ന്യൂസ് കൂടെ കിട്ടുന്നുണ്ട്. അതായത് ഫോർഡ് എൻഡേവർ മാത്രമല്ല, വേറെയും ഒരുപാട് വണ്ടികൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതിലൊരു വണ്ടിയുടെ ഡിസൈൻ അവർ ഇന്ത്യയിൽ ഓൾറെഡി പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കോമ്പാക്ട് എസ് യു വി ആണ്. അതായത് നമ്മുടെ സെൽറ്റോസിൻ്റെയും ക്രെറ്റയുടെയും എലിവേറ്റിൻ്റെ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു കോമ്പാക്ട് എസ് യു വി ആണിത്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ ഡിസൈൻ അവർ പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ മസ്കുലറായ ഒരു എസ് യു വി എന്ന് പറയാൻ പറ്റും. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു മസ്കുലറായ ബോണറ്റും അതേപോലെ തന്നെ ആ ഒരു വലിയ ഗ്രില്ല് കാണാൻ കഴിയുന്നുണ്ട്. വണ്ടിക്ക് DRLും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് വന്നേക്കുന്നത് ആ ഒരു ബമ്പറിലാണ്. നമ്മൾ ആ ഒരു പുതിയ എസ് യുകളെ കണ്ട പോലെ തന്നെ ബമ്പറിലാണ് വണ്ടിയുടെ ഹെഡ് ലാമ്പ് വന്നേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഗ്ലോബലിയുള്ള ഫോണിൻ്റെ ബാക്കിയുള്ള വണ്ടികളായിട്ട് ഇതിന് വലിയ സിമിലാരിറ്റി ഒന്നുമില്ല. ഇത് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്യുന്ന ഒരു വണ്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യ തന്നെയായിരിക്കും ഈ വണ്ടി ഡെവലപ്പ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോബലിലുള്ള ഫോണിൻ്റെ വണ്ടികളായിട്ട് സിമിലാരിറ്റി കാണും. അതിലെ പല കാര്യങ്ങളും ഇതിൽ കാണും. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ ഈ ഒരു വണ്ടി കൊടുക്കുന്നതായിരിക്കും. വലിയ ടച്ച് സ്ക്രീൻ, ഡിജിറ്റലായിട്ടുള്ള ഡ്രൈവറിൻ്റെ ഡിസ്പ്ലേ, അതേപോലെ തന്നെ വയർലെസ് ചാർജിങ്, 360 ക്യാമറ, അഡാസ്, സൺറൂഫ്, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ കാണും. എങ്കിൽ മാത്രമേ ഈ ഒരു വണ്ടിക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കിയുള്ള വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പം ഇതിലും ഒരുപാട് ഫീച്ചേഴ്സ് കാണും. എങ്കിൽ മാത്രമേ അതിന് ഇന്ത്യയിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് വരാൻ പോകുന്ന എഞ്ചിനെ കുറിച്ചൊന്നും പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഒരു ഡീസൽ എഞ്ചിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കോമ്പറ്റീഷനുള്ള ബാക്കി വണ്ടികളിലൊക്കെ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലും ഒരു ഡീസൽ എഞ്ചിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഫോർഡ് ഇന്ത്യയിലേക്ക് രണ്ടാമത് വരാൻ പോകുന്നത് ചുമ്മാ ഒരു വരവല്ല, ഒരു 1.5 വരവാണ്. എൻഡേവർ മാത്രമൊന്നുമില്ല അവരുടെ കയ്യിലുള്ളത്. ഈ കോമ്പാക്ട് എസ് യുവും പിന്നെ മസ്റ്റാങ് മാക്കിയും പിന്നെ ഒരുപാട് ചെറിയ ഈവികളൊക്കെ ആയിട്ട് ഒരു 1.5 വരവാണ് അവർ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ആ ഒരു എൻഡേവർ ഇന്ത്യയിൽ CB ആയിട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏകദേശം 50 ലക്ഷം രൂപയോളം വില അതിന് വരും. പക്ഷേ അതൊരു പുതുമയല്ല. നമ്മുടെ ഫോർച്യൂണർ നോക്കിയാൽ അത്യാവശ്യം നല്ലപോലെ തന്നെ പ്രൈസിലാണ് ടൊയോട്ട വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻഡേവർ CB ആയിട്ട് വന്നാലും അത്യാവശ്യം വില കൂടിയ പോലെ നമുക്ക് തോന്നത്തില്ല. പിന്നെ അവർ മസ്റ്റാങ് CB ആയിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.